ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. ഇത്ര നേരം ഒന്ന് ഡൗൺ ആയിരുന്നു, ഇപ്പോഴൊന്ന് സെറ്റായത്, വീഡിയോ എടുക്കാനുള്ള പരുവത്തിലായത്. ഞങ്ങൾ 7 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബറേലിയിൽ നിന്ന് വിടുവാണ്. നമ്മൾ ബറേലി വിട്ട് പൂനെയിലോട്ട് പോവാണ്. ബൈ റോഡാണ് പോകുന്നത്. 1400 എത്രയോ സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ 2-2.5 ദിവസം എടുക്കും എത്താൻ വേണ്ടിയിട്ട്. സാധനം നാട്ടിലായത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്ര കൂളായിട്ട് പോകുന്നത്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് മൊത്തം സാധനമാണ്. ശരിക്കും ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നല്ല പണിയാണ്. പിന്നെ കുറേ ആൾക്കാരെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. കുറേ പേരായിട്ട് നല്ല അടുപ്പമുള്ള ഒരുപാട് പേരുണ്ട്. അതിന് എല്ലാ സ്ഥലത്തും നമ്മൾ നിൽക്കുമ്പോൾ കുറേ ആൾക്കാരായിട്ട് നല്ല അറ്റാച്ച്ഡ് ആവും. കുറേ പേരെ മിസ് ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫീസിലത്തെ ആൾക്കാരും ഒക്കെ കുറേ ഗെറ്റപ്പ് മാറി, സമയം മാറി, നല്ല വെയിൽ വരാൻ തുടങ്ങി. ഈ ഒരു 1 hour ജേർണിക്കിടയിൽ ഗൂഗിൾ മാപ്പ് നോക്കി 2 വട്ടം ഞാൻ വഴി തെറ്റിച്ചതിന്റെ സന്തോഷത്തോടു കൂടി. നല്ല രസമുള്ള റോഡേ, 2 സൈഡിൽ നിന്നും മരം വന്നിട്ട് കാണാൻ പറ്റും. നല്ല ആർച്ച് പോലെ. അത് കുറച്ച് ദൂരമൊന്നുമല്ല, അത് കുറേ നേരമായി ഞങ്ങൾ വീഡിയോ എടുക്കാം വിചാരിച്ചു. ഇത് കണ്ടിന്യൂ ആവുക ഇങ്ങനെ തന്നെ, എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ല വെയിലാണെങ്കിലും ഇല്ലേ, ഈ റോഡിൽ അത്രയും കൂടെ എത്തൂല, അത്രയും നല്ല രീതിയിൽ മരമുണ്ട്. സ്ഥിരമുള്ള സംഭവമാണ്. ഇപ്പം സമയം 8:30. ഏറെക്കുറെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്നൊക്കെ ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയോ? ഈ ഒരു ഏരിയ പോയിട്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ചാൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു ചാൻസും ഇല്ല. ഗൂഗിൾ മാപ്പിൽ പോലും ഒരു ബിൽഡിംഗ് പോലും കാണിക്കുന്നില്ല, ചെറിയ ചെറിയ റോഡുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ സൈഡിൽ നിങ്ങൾ ഈ കാണുന്നത് കോണാണ്. ഉണക്കാനിട്ടേക്ക് വന്നു തോന്നുന്നു. പക്ഷേ അങ്ങനെ ഓറഞ്ചും ഇടയ്ക്ക് ബ്ലാക്കും കളറൊക്കെ ഉണ്ട്. അതുകൊണ്ടോ അവർ ഇവിടെ തന്നെയാണ് ഇടുന്നത്. ആദ്യം ചോദിച്ചാൽ എന്തോ കല്ലാണെന്നാ, പിന്നെ സ്ലോ ആക്കിയപ്പോഴാണ് മനസ്സിലായി. ഞങ്ങളൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടു. ഏതോ ഒരു ഗലിയിൽ കയറിപ്പോയി. എന്നിട്ട് നിൽക്ക് ഇപ്പം ഞങ്ങൾ ഇറങ്ങി വന്ന ഗലിയാണത്. 1.5 മണിക്കൂർ അന്വേഷിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വെറുതെ സ്ഥലം കണ്ടു. ആലു കച്ചോടിയും കുറച്ച് ഇതുമുണ്ട്, എൻ്റെ പക്കോടയുണ്ട്. ഇരുന്നേ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് പറഞ്ഞ ആളായത് ഇപ്പോൾ ബെഞ്ചിലിരുന്ന് കഴിക്കുകയാണ് നമ്മൾ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. കഷ്ടപ്പെട്ട് അവസാനം ഒരു ഹൈവേയിൽ കയറി കേട്ടോ. അത്ര നേരം എന്തോ ഒരു വഴിയായിരുന്നു അറിയാം, നല്ല കുടുക്ക് പിടിച്ച വഴിയായിരുന്നു. നമ്മൾ ഹൈവേയിലോട്ട് കയറി. അങ്ങനെ നമ്മൾ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിൽ കയറാൻ പോവാണ് ഗൈസ്. സമയം 12:28. നമ്മൾ ലഞ്ച് കഴിക്കാൻ കണ്ടുപിടിച്ച ഒരു ധാബയാണിത്. വലിയ കുഴപ്പമില്ല. സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ ലസ്സി പറഞ്ഞു. പക്ഷെ ലസ്സി എങ്ങനെയുണ്ട്? ഈ ഫുഡ് വരട്ടെ. താലി പറഞ്ഞിട്ടുണ്ട് നമ്മൾ 2 താലി ഒരു മനുഷ്യൻ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 43 മിനിറ്റും എത്രയോ സെക്കൻഡ്. ഞങ്ങളങ്ങനെ യൂപി വിട്ട് മധ്യപ്രദേശിലേക്ക് എത്തിയിരിക്കുകയാണ്. ഝാൻസി എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മുടെ ഝാൻസി റാണി ലക്ഷ്മിയുടെ സ്ഥലത്താണ് മധ്യപ്രദേശ്. ഞാൻ പറഞ്ഞിട്ട് മെഷീൻ്റെ അടുത്തൊന്ന് നിർത്താൻ. എനിക്കൊന്ന് മധ്യപ്രദേശിലൊന്ന് കാല് കുത്തിയിട്ട് പോകണം. അല്ല, നമ്മളിവിടെ ആയിരിക്കല്ലേ സ്റ്റേ ചെയ്യുന്നത്? ഝാൻസി അല്ല, മധ്യപ്രദേശിൽ എവിടെയെങ്കിലും പ്രാന്തപ്രദേശികളിലായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ധാബ. അപ്പോൾ ഇവിടെ അത് അങ്കിൾ ഒറിജിനൽ നമ്മുടെ നിലക്കടലയുണ്ട്, അതിങ്ങനെ പറിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇന്നത്തെ വീഡിയോ മിക്കവാറും ഞാൻ ഇത് വെച്ച് വൈൻഡപ്പ് ചെയ്യും. കാരണം ഇനി ഞങ്ങൾ നെക്സ്റ്റ് ജസ്റ്റ് റൂം നോക്കണം, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം. ബാക്കി പിന്നെ നാളെയാണ്. റൂം നോക്കാൻ ഈ 6 മണിക്കേ എന്താ തുടങ്ങുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇവിടെയൊക്കെ ഇല്ലേ, വേറെ ഏതെങ്കിലും ഒരു ചെറിയ റോഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 90-100 കിലോമീറ്ററൊക്കെ വെറും ഗ്രാമമാണ്. നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നെക്സ്റ്റ് കാണുന്ന സിറ്റി ടൗൺ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലം, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇത് ലാസ്റ്റ് ആണെങ്കിൽ സോ ബൈ. അടുത്ത ദിവസത്തെ വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.
സ്റ്റേ ചെയ്യാൻ അടുത്ത ഹോട്ടലിൻ്റെ പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? ഹോട്ടൽ സിൽവർ പാർക്ക്. 2000 per night. കുഴപ്പമില്ല, കാരണം ഇവിടെ ഹോട്ടൽസൊന്നും കാണാനേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമാതിരി കാട് പിടിച്ച സ്ഥലം ഇടയ്ക്കൊരെണ്ണം കിട്ടിയാൽ ഉണ്ടെന്ന്, അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാതെ എടുത്ത് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകണം.